നമ്മളിൽ പലരും എന്തിനു ജനിച്ചു, എവിടേക്ക് പോകുന്നു, എന്ത് കഴിവ് നമുക്കുണ്ട് എന്നൊക്കെ അറിയാതെ ജീവിതം പാഴാക്കി കളയുകയാണ്. എല്ലാവരും നല്ലവരായിരുന്ന് എല്ലാം നല്ലതായി നടന്നാൽ പിന്നെ കഥയ്ക്ക് പ്രാധാന്യമില്ലല്ലോ. ഈ നാട്ടിലും അതുപോലെ നമുക്കാവശ്യമുള്ള 4 പേരുണ്ട്. ഇതവരെ പറ്റിയുള്ള കഥയാണ്. ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് വിശ്വനാഥൻ. നമുക്ക് വിച്ചു. ആർഭാടമായൊരു ജീവിതം സ്വപ്നം കാണുന്നവൻ. ഇതാണ് വൈദ്യനാഥൻ. നമുക്ക് വൈദ്യ. ആരെ എങ്ങനെയായാലും താൻ നന്നായി ജീവിക്കണമെന്ന് വിചാരിക്കുന്നവൻ. ഈ മൃദംഗം വായിച്ച് തകർക്കുന്നവനില്ലേ, ഇവനാണ് വരദരാജൻ. നമുക്ക് വരത്. ആളൊരു വെകിളിയ, എന്നാലും വലിയ പണക്കാരനായി ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഈ കൈമണി അടിക്കുന്നവന്റെ പേര് ഗോവിന്ദരാജൻ. നമുക്ക് ഗോവിന്ദ്. ആരെയും വിശ്വാസമില്ല. തവളയെപ്പോലെ ഇരുന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കുന്നതിൽ മിടുക്കനാണിവൻ. ഇങ്ങനെ ഓരോരോ ഗുണങ്ങളുള്ള ഇവർ ഒരുമിച്ച് ചെയ്യുന്ന ജോലി എന്താണെന്നറിയോ? ദാ കണ്ടോ. ഇങ്ങനെ പാടിക്കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോ. നീ ആ മാല ഇങ്ങതാ, ഞാൻ പാടും പോലെ പാട്. ഇനി മാലയുടെ കുറവ് അങ്ങോട്ട് വേണ്ട, പിടിച്ചോ. മഹാഭാരതത്തില് ഇങ്ങനെയാണ് പൊതുവെ കഥകളൊക്കെ ആരംഭിക്കാറുള്ളത്. എന്നാൽ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ. അതിനാല് ജനനീ ജനനീ ജഗം നീ അകം നീ, ജനനീ ജനനീ ജഗം നീ അകം നീ, ജഗത്താരണി നീ പരിപൂരണി നീ, ജഗത്താരണി നീ പരിപൂരണി നീ, ജനനീ ജനനീ ജഗം നീ അകം നീ. മഹാജനങ്ങളെ, നമ്മുടെ നാട്ടിൽ ഉഗ്രപ്രതാപിയായ പ്രതാപവർമ്മ എന്നൊരു ജമീന്ദാർ ഉണ്ടായിരുന്നു. അവൻ എത്ര ജന്മമെടുത്താലും തീർത്താൽ തീരാത്ത കരത്തിനു മേൽ കരം ചുമത്തി ജനങ്ങളെ ദ്രോഹിച്ചു. താനൊരു ജന്മിയാണെന്ന് സ്ഥാപിച്ചു. ആ നാട്ടിലെ ജനങ്ങളെ ബാധിക്കാതിരുന്ന 2 കരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സന്തോഷകരം, ഇനി ഒന്ന് നാശകരം. പറഞ്ഞു തൊലക്കടാ. ഇങ്ങനെയുള്ള സമയത്ത് പട്ടാളത്തിൽ പോയി നാട്ടിൽ തിരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ. അവന്റെ പേരെന്ത് വന്നു? അവന്റെ പേര് രാജ. ജനങ്ങളെല്ലാം അവനെ ചുറ്റും കൂടി നാടിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞു. അത് കേട്ട രാജ വിഷമിക്കാതിരിക്കും, ജമീന്ദാറുടെ കാര്യം ഞാൻ കൈകാര്യം ചെയ്തേക്കാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല. അങ്ങനെ ഒരുത്തൻ ചോദിച്ചു. അത് കേട്ട രാജ വാ വിട്ട് ചിരിക്കാൻ അങ്ങോട്ട് ആരംഭിച്ചു. വാ വിട്ടിട്ട് എങ്ങനെയാണ് ചിരിക്കുന്നത്? ഓടാ, നിന്റെ മുഖത്ത് ഞാൻ കൈവെക്കും. രാജ കൈവച്ച അത് തീർന്നതില്ല. ഇനി വേല കാട്ടിയെന്നാൽ അവൻ വെണ്ണ ഞാൻ എടുക്കും. വരണ്ട് നിന്നാലും മുരണ്ട് നിന്നാലും ഒടുക്കും നിൻ വേല ഞാൻ. തരണം പം പം പം. രാജ കൈവച്ച അത് തീർന്നതില്ല. ജനങ്ങളെ കൂട്ടി വന്ന രാജായെ ജമീന്ദാറുടെ ആൾക്കാരെ അടിക്കാനായിട്ട് എടുത്തുകൂടി. അത് കണ്ട രാജ പാടി, എന്നോട് വേണ്ടായേ, ഞാൻ രാജാതിരാജനടാ. പമ്പൊട്ടും എടുക്കാതെ ഞാൻ സൂരാതിസൂരനടാ. പാട്ട് പാടിയതും ജമീന്ദാറുടെ ആൾക്കാർ രാജ ഇടിച്ചു നോക്കിയത് എങ്ങനെയാണെന്ന് കേൾക്കണോ? ജമീന്ദാറുടെ ആളുകളെ ടിഷും ടിഷും അടികൊടുത്തു നിന്നാൻ കമ്പെടുത്ത് ചുഴറ്റിയോൻ കടത്തനാടൻ കരുത്തിനാൽ. റൈറ്റില് ലെഫ്റ്റില് ഫ്രണ്ടില് ബാക്കില് സൈഡില് കീഴില് ചുമ്മാതിരിടാ. കണ്ടവരെല്ലാം അടിച്ചു തുരത്തിയോൻ. വന്നവരൊക്കെ നോക്കി തള്ളിയോ. തരികിടതോം തരികിടതോം തരികിടതോം. തന്നെ അടിക്കാൻ വന്ന ജമീന്ദാറെ രാജ അടിച്ച് ശരിപ്പെടുത്തി കഴുതപ്പുറത്ത് കയറ്റി നാട് ചുറ്റിച്ചു. ഇവന്റെയൊക്കെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കുന്നു, വാടാണ്ണ വാടാണ്ണ വായോ 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 വായോ. കാഴ്ചയെന്നാ നിങ്ങൾ ഇനി നീരോടെ വായോ. എങ്ങനോ ധരിച്ചേ ഇങ്ങനെ വരുന്നല്ലോ. വാടാണ്ണ വാടാണ്ണ കഴുതോ മേലെ വാടാണ്ണ. ഭാഗവതരെ, ഞങ്ങളെ ജമീന്ദർ അവമാനിക്കുന്നു. ചെല്ലപ്പാ, നമ്മളെ കച്ചേരി ആരംഭിക്കാം. വീറോടെ വായോ. കാഴ്ചെണ്ണാ നിങ്ങൾ ശൂരനാഹി വായോ. താളമേള മണിക്ക് വേണ്ട. എങ്ങനോ പഠിച്ച് ഇങ്ങനെ കൊലച്ചല്ലോ. വാടാണ്ണ വാങ്ങിപ്പോടാ. വാടാണ്ണ വാങ്ങിപ്പോടാ. വാടാണ്ണ വാങ്ങിപ്പോടാ. വിച്ചു, എന്താടാ?
എഴുന്നക്കടാ. എന്റെ അടുത്ത് അതോടാ പറഞ്ഞ നിന്നെ തന്നെടാ. ആണ്ടവാ മാധവാ പാൽക്കാരാ. അയ്യോ നടു വേദനിക്കുന്നേ. നന്ദിയാരോട് ഞാൻ ചൊല്ലണ്ടു, നന്ദിയാരോട് ഞാൻ ചൊല്ലണ്ടു, നന്ദിയാരോട് ഞാൻ ചൊല്ലണ്ടു. യേശുദാസിന്റെ പാട്ട് എന്താടാ വരുത്? ശരീരം എല്ലാം വരച്ചിട്ട് നീ പുലി കളിക്കാൻ പോന്നോ? വായി വെറ്റം പാക്കിട്ടുണ്ട് ഭംഗിതം വന്നിരിക്കുന്നെ. പുലി പതുങ്ങിയിരിക്കുവാ, അത് ചാടി വീഴാതെ നോക്കണം. അങ്ങനെയാന്നോടാ? നീയല്ല ഒരു ഫ്രണ്ടാന്നോടാ. നിന്റെ മണ്ടൻ ഐഡിയ കേട്ട് എന്റെ മുഖം ചളിങ്ങി പോയതാടാ മിച്ചം. ഇനി നീ ഒരു നിമിഷം ഇവിടെ നിന്നാ നിന്റെ മോന്തയുടെ ഷേപ്പ് ചെയ്യാൻ മാറ്റി തരും. പോടാ. എന്താടാ മനസ്സിലാക്കാത്ത? ജനങ്ങളെല്ലാം കൂടെ നിങ്ങളെ സുനാമി പോലെ അടിച്ചു ചുരുട്ടാൻ പ്ലാൻ ചെയ്തത് ഞാൻ കണ്ടത് കൊണ്ട് ഇത് മനസ്സിലാക്കിയ ഞാൻ നിങ്ങൾക്ക് സിഗ്നൽ തരാൻ നോക്കിയതല്ലേ. എന്നാ നിങ്ങൾ എന്താ യേശുദാസ് SPB റേഞ്ചിൽ കണ്ണും മൂടി പാട്ടും പാടിക്കൊണ്ടിരുന്ന് ഞാൻ ആ കൂട്ടത്തിനകത്ത് നിന്ന് ഞാൻ ഒരുത്തിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഞാനെങ്കിലും ആ കൂട്ടത്തിൽ ഓടി രക്ഷപ്പെട്ടുണ്ട് എന്റെ തടി നേരെ നിൽക്കുന്നു. ഉള്ളതാടാ, യവനെ നമ്മളും തെറ്റിദ്ധരിച്ചു പോയില്ലേ? അത് ശരി, നിനക്കിതെന്ത് പറ്റിയതാടാ? നിക്ക്, കുറച്ച് മാറി നിക്ക്. ഈശ്വര, ഇതെന്ത് കൂത്ത്? എന്താ അമ്മച്ചി, നിങ്ങൾക്കെന്താ ലൂസാ? പഴം താഴെ കളഞ്ഞിട്ട് കുരുവാണോ തിന്നുന്നേ? ലൂസാ? എനിക്കാ? എന്തിനായി ചിരിക്കുന്നേ? ഇത് സാധാരണ കുരുവല്ലപ്പാ. എന്തോന്നായി പറയുന്നേ? അറിവ് വളർത്തുന്ന ഞാനക്കുരുവാ. ചക്കക്കുരു, തേങ്ങക്കുരു ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താ ഞാനക്കുരുവാ? എങ്കിൽ ഞങ്ങൾക്ക് ഒരെണ്ണെന്താ? ഒരു കുരു 10 രൂപ. 10 രൂപയാ? 10 രൂപ തന്നെ വേണം. ഇതിത്തിരി അന്യായവാ. വേണ്ടാങ്കി പോ. ശരി, ആളിനോരോന്ന് വെച്ചതാ. ദാ കാശ് പിടി. എളുപ്പഴക്ക് താന്നേ. ഒന്നും വളർന്ന പോലെ തോന്നുന്നില്ലല്ലേടാ. പറ്റിച്ച്. ഞങ്ങളെ പറ്റിച്ചല്ലേ? കണ്ടോ അറിവ് വളർന്ന കണ്ടോ? ഈ കുരുവിലൊന്നും ഇല്ലെന്നുള്ളത് അത് തിന്നതിന് ശേഷമല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? എന്താ കളിയാക്ക? ഞങ്ങളെ ഞങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വരുമാനം ഇല്ലെന്നും പറഞ്ഞ് വിഷമിച്ച് നടക്കുമ്പോഴാ തള്ളയുടെ ഒരു തമാശക്കളി. ആരോടെങ്കിലും ഒക്കെ ഉള്ള ദേഷ്യം എന്നോടൊന്നില്ല കാട്ടുന്നത്. നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? പറഞ്ഞാകെ തീർക്കോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്നുമില്ല, സിമ്പിൾ. ലോകത്തിൽ വെച്ച് ഞങ്ങൾക്ക് വലിയ പണക്കാരാവണം, ബിൽഗേറ്റ്സിനെ പോലെ. എന്നാ കഷ്ടപ്പെടാനൊന്നും വയ്യ. അതിനുള്ള വഴി പറഞ്ഞതാ. മെനക്കെടാത്ത ബിൽഗേറ്റ്സിനെ പോലെ ആകണമെങ്കിൽ ബിൻലാദന്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും. വിഷമിക്കണ്ട മക്കളെ, നിങ്ങൾ ആശിക്കുന്നത് പോലെ എല്ലാം നടക്കും. ഈ മുത്തശ്ശി പറയുന്നത് കേക്കാവോ? കുരു തന്നെ ഞങ്ങളെ പറ്റിച്ച പോലെ പറ്റിക്കത്തില്ലെങ്കിൽ ഐഡിയ പറഞ്ഞതാ. കണ്ടോ അറിവ് വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുന്നു. 30 രൂപയ്ക്ക് ഇത് തന്നെ അധികമാ. അതാ നോക്കിക്കേ ഒരു മല. ആമലയാ? ആ മല ഞങ്ങൾ ജനിച്ച നാളെ പോലെ കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ. നല്ലോണം നോക്കിക്കേ. ശരിയാ മുത്തശ്ശി, ഒരു മുനിയുടെ മുഖം തെളിയുന്നല്ലോ. അവിടെ പോയാ നിങ്ങൾ ആശിച്ചതെല്ലാം കിട്ടും. എന്നാ പിന്നെ പെട്ടെന്ന് പോയേക്കാം. നിക്ക് ധൃതി വെച്ചാ നടക്കില്ല. നാളെ കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് ജപിച്ച് ശുദ്ധമായിട്ട് വേണം പോകാൻ. മക്കളെ, ഈ കുരുവും കൂടി കൈ വെച്ചോ. കാലത്ത് മുന്നിട്ട് മുമ്പ് ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എല്ലാം കൊണ്ടുവരണം നമുക്ക്. പോകുമ്പോഴേ ആ കറണ്ടടിച്ച കാക്കയെ പോലെ കിടക്കുന്നവനില്ലേ, അവനെയും കൊണ്ടുപോയിക്കോ. ശരിയാടാ, അവന് നടക്കാൻ പറ്റുമോന്ന് അറിയത്തില്ലല്ലോ. പോയി നോക്കാം. നടന്നാ നടത്തി തന്നെ കൂടെ കൊണ്ടുപോകാൻ നോക്കാം. അല്ലെങ്കിൽ എടുത്തോണ്ട് പോടേ. വാ പോവാം. ആരുടെ വീട്ടിലെ പട്ടിയാണോ നാടൻ പട്ടി പാട്ടായിട്ട് ഉരുട്ടുന്നത്? ആരത്? എഴുന്നേറ്റ് വന്ന നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. പട്ടിയുടെ കാര്യം കൊണ്ട് വലിയ ശല്യമായില്ലത്. ഉറങ്ങാനും സമ്മതിക്കുന്നത്.
3 ചെകുത്തന്മാർ വരുന്നുണ്ടല്ലോ. ഓ ഇവരായിരുന്നോ? പട്ടിയുടെ ശല്യം കാരണം ഉറങ്ങാനും പറ്റുന്നില്ല. ഇനി ഇവര് വന്നിട്ട് എന്തോ ചെയ്യാനാ? വരാനുള്ളത് വഴി തങ്ങത്തില്ലല്ലോ. വരട്ടെ, എന്തായാലും നോക്കാം. എന്തുവാടാ ഇത്? നമ്മുടെ ഗോവിന്ദ് വന്ന് പട്ടിയോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നീയാണെന്ന് വിചാരിച്ചായിരിക്കുവടാ. ബഹളുണ്ടാക്കി ആൾക്കാരെ ഉണത്തല്ലേ? ഗോവിന്ദേ, ഗോവിന്ദേ എഴുന്നേക്കടാ. ഗോവിന്ദേ, ഒച്ച ഉണ്ടാക്കാതാ. ഞാൻ ഉറങ്ങിപ്പോയി. അവൻ ഉറങ്ങിപ്പോയെന്നു. ഉറങ്ങിയെങ്കിൽ നമുക്ക് പൊക്കി എടുത്തോണ്ട് പോവാം. കൊണ്ട് ഞാൻ തോറ്റു. എന്നെ കണ്ട അത്രയ്ക്ക് നിസ്സാരമായിട്ട് തോന്നുന്നു. പിന്നുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നു. പിടിച്ചു. അയ്യോ, പട്ടി കളിക്കാൻ പറ്റിയോ? പട്ടിക്ക് ബിസ്ക്കറ്റ് കിട്ടിയെന്ന് തോന്നുന്നു. ഇനി സമാധാനമായിട്ട് കിടന്നു പോകാം. എടാ, അത് നമ്മുടെ ഗോവിന്ദൻ തന്നെയാ. പട്ടിയെ പേടിച്ച് പറവറക്കുവാടാ അവൻ. മുട്ടും പൊട്ടി കിടന്ന് 30 കിലോമീറ്റർ സ്പീഡിൽ ഓടുവാ. എടാ, പട്ടിയൊന്നും ഇല്ലടാ. നില്ലടാ, ഞങ്ങളടാ. അയ്യോ, ഇതാടാ മുത്തശ്ശി പറഞ്ഞ സ്ഥലം. അങ്ങനെയോ? കഥ തീരാറായോ? നീ എത്ര ദൂരമുണ്ട്? എടാ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണ്ടേ? ഒന്ന് പോടെ അവിടുന്ന്. ഒരു മുത്തശ്ശിയുടെ കഥയും കിട്ടേണ്ടി വരും. മക്കളൊരു മുത്തുകുട്ടിക്ക്. ഇനി എത്ര ദൂരം ഉണ്ടാ? മുക്കാമല ഏറി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു. പാടാ എളുപ്പം. സാമിയെ കാണണ്ടേ? എന്റെ ദൈവമേ, എന്താടാ? മണ്ട പൊളക്കുന്നു. എന്താടാ? മുത്തശ്ശി വന്ന് കുരു കൊടുത്തെന്ന്. പോടാ മണ്ടന്മാരെ, എനിക്കിതിലും വിശ്വാസമില്ല. ഞാൻ വീട്ടിൽ പോവാ. എന്റെ പൊന്നെ, എന്നെ വിട്ടേരെ. ഇരിക്കണം. വാനം തേടുവാൻ വാവാ, ഭാഗ്യം തേടുവാൻ വാവാ. വഴികളിനിയുണ്ട് 100, നിൻ വഴികൾ തേടി നീ ഓട്. മുന്നിൽ നീ നിന്നുവെന്നാലുലകമോ കയ്യിൽ. ഹേ ഹേ, മുന്നിൽ നീ നിന്നുവെന്നാലുലകമോ കൈകളിൽ. ഇനിമേൽ നമ്മളാണെവിടെയും നമ്പർ 1. ഇനിയും തടയുവാനാവുമോ ഞങ്ങളെ? വാനം തേടുവാൻ വാവാ, ഭാഗ്യം തേടുവാൻ വാവാ. വാനം തേടുവാൻ വാവാ. ഉറക്കം പോലെ തൂങ്ങുന്നവനും ഉണർന്നാലിന്ന് നന്മ വരും. നാളെ നാളെ എന്ന് കരുതിയെന്നാൽ ഇതുപോൽ തന്നെ നാം ഇരിക്കും. നന്മകളില്ല മനുഷ്യരെല്ലാം നാളെ തൻ ദുരിതങ്ങൾക്കിരയാണ്. ഒന്നിനും മുതിരാതിരുന്നവരിൽ ഉയർന്നവരായത്ര പേരുണ്ട്. ലോകം നാളെ പഴിക്കുമേ, ഉലകമെല്ലാം ചിരിക്കുമേ. ഈ കൂട്ടം ഒന്നാകാനായു വേഗം. ഹേ, ഇനിമേൽ നമ്മളാണെവിടെയും നമ്പർ 1. ഇനിയും തടയുവാനാവുമോ ഞങ്ങളെ? വാനം തേടുവാൻ വാവാ, ഭാഗ്യം തേടുവാൻ വാവാ. വാനം തേടുവാൻ വാവാ.
പറിച്ചെടുക്കാമെന്ന് ഇനിയും നിങ്ങൾ കരുതരുത്. കുഴിയിൽ വീണു നാം നോക്കുമ്പോൾ കനകശൈലങ്ങൾ തെളിഞ്ഞു വരും. കല്ലിലും മുള്ളിലും നടന്നവർക്ക് കൽപ്പകത്തോട്ടം കാത്തിരിക്കും. വഴിയിലെ വേദന അറിഞ്ഞവർക്ക് മണ്ണിലും സ്വർഗങ്ങൾ പൂത്തിറങ്ങും. ഒരു മോഹം കളയാതെ മനമയങ്ങി തളരാതെ ഒളിമയമായൊരു കാലം കണ്ണിൽ തെളിയുന്നേ. ഇനിമേ നമ്മളാണെവിടെയും നമ്പർ വൺ. ഇനിയും തടയുവാനാവുമോ ഞങ്ങളെ? മാനം തേടുവാൻ വാവാ, ഭാഗ്യം തേടുവാൻ വാവാ. വഴികളിനിയുണ്ട് 100, നിൻ വഴികൾ തേടി നീ ഓട്. മുന്നിൽ നീ നിന്നുവെന്നാൽ ഉലകമോ കയ്യിൽ. ഹേ, മുന്നിൽ നീ നിന്നുവെന്നാൽ ഉലകമോ കൈകളിൽ. ഇനിമേൽ നമ്മളാണെവിടെയും നമ്പർ വൺ. ഇനിയും തടയുവാനാവുമോ ഞങ്ങളെ? മാനം തേടുവാൻ വാവാ, ഭാഗ്യം തേടുവാൻ വാവാ. വാനം തേടുവാൻ വാവാ. ഇത് പാതാളക്കുഴിയാണോ? അതെ. എന്റെ ദൈവമേ, എന്തോ ഒരു ചോദിച്ചാൽ നോക്കിയേ. അതേടാ, ആ തള്ള നമ്മളെ നല്ല പോലെ പറ്റിച്ചു. 30 രൂപയും കൊടുത്തിട്ട് 3/4 മല കയറി തന്നെ മിച്ചം. ഛേ, കിളകിയുടെ വാക്കും കേട്ടിട്ട് വന്ന് മണ്ടന്മാര്. പോരാ, പോ. എന്റെ ദൈവമേ. എന്താടാ? ഒന്നുമില്ലടാ, നമ്മൾ ഈ വഴി തന്നെ പോയിട്ട് മുത്തശ്ശേരിക്കുന്ന കുരുവെല്ലാം കൂടെ പഠിച്ച് നമ്മളോട് കുഴിച്ചു വെച്ചാൽ മരങ്ങളൊക്കെ ഇങ്ങനെ കിളിച്ചു വരത്തില്ലേ? സത്യമായിട്ടും പറയുവാടാ, ഈ വർഷത്തെ പരിസ്ഥിതി സംരക്ഷണ അവാർഡേ നമുക്ക് തന്നെ മേടിക്കടാ. ചുമ്മാതിരിക്കടാ, വെറുതെ നേരം കേട്ട നേരത്തെ സംസാരിക്കാതെ. കൈയെടുക്കടാ. ആദ്യം ഈ പാതാളക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. കുഴിയില്ലാത്ത വഴി എവിടാന്ന് നോക്കടാ. പേടിയാവുന്ന അതാ. ഇവന്മാര് വെറുതെ കറങ്ങുന്നുണ്ടോ മണ്ടന്മാര്. ഇനി എല്ലാ കാര്യങ്ങളും എന്റെ ബുദ്ധി ഉപയോഗിച്ചെങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. ഇത് കണ്ടോ, യവൻ വായുവിൽ എഴുതി കൂട്ടുന്നത്. ഐഡിയ. കാറ്റിൽ എഴുതി കൂട്ടത് ഐഡിയ എന്നൊന്ന് പറയടാ. ഇവിടുന്ന് ഓടിപ്പോയി മരത്തിലേക്ക് ചാടി പിടിച്ച എങ്ങനെ ഉണ്ടാവും? താഴെ വീണങ്ങ് ചാവും. ഓടാൻ മണ്ട, മരം അങ്ങോട്ടങ്ങ് ചായും. ചാഞ്ഞാ നമ്മൾ അങ്ങോട്ടങ്ങ് ചാടിയാ മതി. കറക്റ്റായിട്ടുള്ള ഐഡിയ കണ്ടുപിടിച്ച് വരവണ്ടൻ. പോടാ, അറിയാടാ നീ ആരാന്ന് എന്താന്ന് എല്ലാം എനിക്ക് അറിയാടാ. വെറുതെ നിന്റെ മുഖത്തൊരു അടികൊണ്ട് അടയാളമില്ലേ, അത് ഇവന്റെ കയ്യാടാ. എന്തായി പറയുന്നേ? അന്ന് ആൾക്കാരിടയ്ക്ക് വെച്ച് ഇവനും നമ്മളെ അടിച്ചടാ. ഞാൻ കണ്ടതാ. എടാ, അവനപ്പുറത്ത് പോയിടാ. പിന്നെ എന്റെ ഐഡിയ അല്ലേ? അപാരബുദ്ധിയാടാ, അപാരബുദ്ധിയാടാ നിനക്ക്. എടാ, ഇവിടെങ്ങും വഴിയേ ഇല്ലടാ. എന്തോ ചെയ്യൂടാ. അത് നന്നായി. ഞാൻ മരമണ്ടെന്ന് പേര് വെച്ചില്ലേ, അത് കറക്റ്റാ. പല്ലടിച്ചളക്കും. എടാ നിക്ക്. ഉത്തരം ദക്ഷിണം പശ്ചിമം പൂർവം വടക്കും തെക്കും വരുമ്പോ വടക്കോട്ട് പോയാ ശരിയാടാ. വടക്കോട്ട് പോയാൽ നമുക്ക് നല്ലതേ നടക്കൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, മൊത്തം ഇരുട്ടാ. ഞാൻ ആദ്യം അവിടം വരെ പോയി വഴിയുണ്ടെങ്കിൽ സിഗ്നൽ തരാം. നിങ്ങൾ പുറകെ വന്നാ മതി. ഓക്കെ അല്ലേ? എന്റെ വിച്ചു, നീ രക്ഷപ്പെടുവിടാ. നോ നോ നോ, സോറി. അധികമായിട്ട് മോഹിച്ചിട്ടവനും ഒട്ടും മോഹിക്കാത്തവനും ഒരിക്കലും രക്ഷപ്പെടില്ല. എന്നെ പോലെ. ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താടാ? ആദ്യം പോയി പല്ല് തേക്കടാ. ഒന്നും മനസ്സിലായില്ല, എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. മനസ്സിലാക്കാനൊന്നുമില്ലടാ. പിന്നെ നിന്നോട് പല്ല് തേക്കാൻ പറഞ്ഞാടാ കോന്ത്രപ്പല്ല.
വഴിയുണ്ടടാ. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് വന്നോ? ഡാ കണ്ടോടാ, വടക്കോട്ട് പോയി എല്ലാം നടക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? കണ്ടോ? മതി, പോയി ചാടടാ. അയ്യോ, മര താഴ്ന്നു പോന്നല്ലോ. നീ എളുപ്പം ഇങ്ങോട്ട് വാ. ഞാനെന്താ വരുന്നേ? ഭരത് നമ്മളെ വിട്ടു പോയല്ലോടാ. ഇനി സ്വാമിയെ കാണുന്ന ആശീർവാദം മേടിക്കണ്ട. വാടാ, നമുക്ക് തിരിച്ചു പോവാടാ. ഭരതൻ നമ്മൾ ഇത്ര നാൾ ഒരുമിച്ചല്ലായിരുന്നോടാ. നീ ഇപ്പൊ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയില്ലേടാ. നിന്നെ കാണാതെ ഞങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഞങ്ങൾക്ക് എടാ വിച്ചു, നടന്നത് നടന്നു. ഇനി തിരിച്ചു പോകാനൊന്നും പറ്റുകയില്ല. മുമ്പോട്ട് തന്നെ പോയി നോക്കാം. ഇനി എന്തൊക്കെ നടക്കുമെന്നോ. എത്രമാത്രം നടക്കേണ്ടി വരുമോ? അവന്റെ പേര് പറഞ്ഞു അല്ല വൈത്തി. നിങ്ങൾ അവിടെ പോയി കിടക്കുവാടാ. എടാ, അത് വവ്വാലല്ലടാ, നമ്മള് തേടി വന്ന ആളാ. മിണ്ടായിരിക്കടാ, അതാണ് സ്വാമി ശ്രേഷ്ഠൻ. സ്വാമി നമസ്കാരം. സ്വാമി വരൂ കുട്ടികളെ. വരാനോ? എങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് വരും? നിങ്ങൾ സ്വാമി തല കീഴായിട്ടൊക്കെ നിൽക്കാൻ പറ്റും. ഞങ്ങൾ സാധാരണ മനുഷ്യരായി പോയില്ലേ? ഞാൻ തലകീഴായല്ല, നിങ്ങളാണ് തലകീഴായി നിൽക്കുന്നത്. നന്നായി നോക്കൂ. സ്വാമി എന്നെ അനുഗ്രഹിക്കണേ. സ്വാമി എന്നെ ആദ്യം അനുഗ്രഹിക്കണേ. സ്വാമി, എനിക്ക് വേഗം അനുഗ്രഹം താ. നന്നായി വരും. സ്വാമി, ഞങ്ങൾ ഇവിടെ വന്നതിനാന്ന് വെച്ചാ അറിയും. നിങ്ങൾക്കാവശ്യമുള്ളത് പണം. നിങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട് എന്നെ തേടി വന്നിരിക്കുന്നു. നിശ്ചയമായും നിങ്ങളുടെ ആശ ഞാൻ നടത്തിത്തരും. വളരെ നന്ദി സ്വാമി. എന്നാൽ എന്താ ഇനി ഒരു തടസ്സം? കുട്ടികളെ, എനിക്ക് ശക്തി നൽകുന്ന ഒരു രുദ്രാക്ഷമാല മലയടിവാരത്തിലെ ഗുഹയ്ക്കുള്ളിലെ ഒരു സ്ഥലത്തിരിപ്പുണ്ട്. അത് നിങ്ങൾ എനിക്ക് എടുത്തുകൊണ്ട് തന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊന്നും പണവും ഞാൻ നിങ്ങൾക്ക് തരും. എന്താ സ്വാമി, ഞങ്ങളുടെ ശക്തിയെ പരീക്ഷിക്കാനാണോ? അതെ. അതെനിക്കറിയാം. എത്ര സിനിമ ഞാനിത് കണ്ടതാ. സ്വാമി, ഗുഹയ്ക്ക് പോകുന്ന വഴി പറ, മാല ഞാൻ എടുത്തോണ്ട് വരാം. സ്വാമി, ഞാനൊരു കാര്യം ചോദിച്ചാ തെറ്റായിട്ട് വിചാരിക്കോ? ഇതെന്താടാ, സ്വാമി ഭയങ്കര പിശുക്കനാന്ന് വന്നല്ലോ. ചുമ്മാ സ്വാമി, ഞങ്ങള് 4 പേരുണ്ടായിരുന്നു. വിഷമിക്കാതിരിക്കൂ കുട്ടികളെ. ഇതിൽ 4ൽ 1 ഭാഗം ഭക്ഷിച്ചാൽ തന്നെ വിശപ്പ് പറന്നു പോകും. ഓഹോ, അത്രയ്ക്ക് വിശേഷമുള്ള പഴമാണോ? ഞങ്ങൾ പോകുന്ന വഴിക്ക് തിന്നോളാം. വാടാ. നിൽക്കൂ. വയറ് വിശന്നാൽ പഴം, അറിവിൻ വിശപ്പിന് ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടുകൊള്ളുക. ഇടേ, സിനിമയിൽ വരുന്ന സ്വാമിയെ കണക്ക് സംസാരിക്കുന്നില്ലേ? പെട്ടെന്ന് എന്നെ അകത്ത് പോകുന്നു തോന്നുന്നു. ഐക്യമത്യം മഹാബലം. കിട്ടുന്നത് പങ്കുവെച്ച് കുറയുന്നതിൽ നിറയ്ക്കൂ. അത്യാഗ്രഹം ആപത്താണെന്നറിയുക.
സ്നേഹവും ദയയും ദൈവത്തിന്റെ വരദാനം. ആ വഴി പോയി നല്ലവരായി വരൂ. പുതിയതായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല, എന്നാലും കേട്ടോളാം സ്വാമി. കുട്ടികളെ, ഞാൻ പറയാൻ പോകുന്നത് കേട്ട് നിങ്ങൾ അത്ഭുതപ്പെടില്ലല്ലോ. ഇപ്പോഴാണ് നിങ്ങളെല്ലാവരും തലകീഴായി നിൽക്കുന്നത്. എന്തോ പറഞ്ഞേ? അയ്യോ! നമ്മൾ എവിടെ ഇരിക്കുന്നത് അറിയത്തില്ലല്ലോടാ. എടാ, സ്വർണം വിറ്റിട്ടാടാ എല്ലാരും വീട് വെക്കുന്നത്. ഇത് നോക്കടാ, വീടേ സ്വർണമാടാ, സ്വർണമാടാ. യവൻ സംസാരിച്ച് തീരുമ്പോഴത്തേക്കും സ്വർണ്ണം ആരെങ്കിലും എടുത്തുണ്ടെങ്കിൽ പോകും. മൈ ഡിയർ ഫ്രണ്ട്സ്, വീട്ടിനകത്ത് ആരെങ്കിലും ഉണ്ടോ നമുക്ക് പോയി നോക്കാം. വാ. എന്റെ ദൈവമേ, ഈ വീട് കിട്ടിയവൻ എത്രയും വലിയ മില്ലേനിയർ ആയിരിക്കും. ഞങ്ങളുടെ അപ്പൂപ്പനൊരു വലിയ മില്ലോണറാ. പുല്ലോണർ. എടാ, അവൻ പറഞ്ഞത് മില്യനെയർ എന്ന, മില്ലോണർ എന്നല്ല. കേട്ടോടോ കൊരങ്ങ? നീയാടാ സിംഹവാലം കുരങ്ങ്. ആണോ? കൊരങ്ങന്മാർക്ക് എന്നെ കണ്ട സിംഹമാണെന്ന് തോന്നും. എടാ വഴക്കൂടാതെ അത് നോക്കടാ, സ്വർണത്തിന്റെ സ്കൂട്ടർ. ഈ സ്കൂട്ടർ ഓടിച്ചോണ്ട് പോയി ഉരുക്കി വിറ്റാല് 10 തലമുറയ്ക്ക് പട്ടിണി കൂടാതെ കഴിയാവടാ. നീയും മിണ്ടാതിരിക്കടാ ശവി, നടക്കടാ. എന്നാടാ ഒരുമാതിരി പിച്ചക്കാരെ പോലെ ഞാൻ വിളിക്കുന്നത് നോക്ക്. മില്ലിയനർ സാർ, മില്ലിയനർ സാർ. ഇപ്പഴാ നല്ല തനി തണ്ടിയുടെ വിളിയായത്. ഇവന്മാര് ശരിയാവുന്ന തോന്നില്ല, നമുക്ക് അകത്ത് പോയി നോക്കാം. വാ. അവന്റെ വെക്ക് നീ ആ തീർക്കുന്നുണ്ട്. എടാ ഇങ്ങോട്ട് വാടാ. കുടുമി മാത്രം കൊണ്ടുവരില്ല, അവനെ കൂടെ കൊണ്ടുവരണം. എടാ മനസ്സിലായി, സ്വർണത്തിന്റെ കാര്യമല്ലേ? നിനക്ക് പറ്റിയതിൽ അവൻ തന്നെയാ. വാ. എടാ മണ്ടച്ചാരെ വെച്ചു, കഴിക്കാനുള്ള ഐറ്റം വല്ലതും ഉണ്ടോ നോക്കടാ. വിശന്നിട്ട് തല കറങ്ങുന്നടാ. എടാ മരമാക്രി, ഞാനും ഇതന്നെടാ നോക്കുന്നേ, പക്ഷെ ഇത് വരുന്നില്ലല്ലോടാ. നീ എന്തായി പറയുന്നേ? ഫ്രിഡ്ജിനകത്ത് കഴിക്കാനുള്ള എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലടാ. ഹായ്, റേഡിയോ, അതും സ്വർണത്തിൽ. ദൈവമേ, നടുപൊടിഞ്ഞേ. പിന്നെ സ്വർണത്തെ തട്ടി മനുഷ്യവിടെ വീഴുക. അന്നേരമാ വീണ്ടും സ്വർണമോ? ദേ നോക്കിയടാ, സ്വർണത്തിന്റെ TV. എങ്ങനെ ഇത് എടുത്തോണ്ട് പോകും? എല്ലാം വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഒട്ടിയിരിക്കല്ലേ. വീട് മൊത്തം സ്വർണം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നു, പക്ഷെ എല്ലാം ഒട്ടിച്ചും വെച്ചിരിക്കുന്നു. മേടിക്കും നിനക്ക്. പാവാടാ പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് വരുന്നില്ല. എന്താടാ ഇത്? വെണ്ടരായോ അവന്?
എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഈ വീട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലേ സ്വർണ്ണം ഒരുക്കി ഉണ്ട പോലാവും. അപ്പൊ നമുക്ക് ഉരുട്ടിക്കൊണ്ട് പോയാലോ? പോടാ ഭ്രാന്ത. ഈ വീട് മൊത്തം ഒരുക്കണമെങ്കിലേ ഇറാഖിൽ നിന്ന് ഒരു എണ്ണക്കിണർ കൊണ്ടുവന്നാലേ പറ്റൂ. ഡേയ് അത്രയൊന്നും വേണ്ടടാ. ആ ഫ്രണ്ടിലിരിക്കുന്ന സ്കൂട്ടറില്ലേ, ആദ്യം നല്ല പെട്രോൾ എടുത്ത് നമുക്ക് ഉരുക്കാടാ. സൂപ്പർ, നല്ല ബുദ്ധി. ഞാൻ പോയി പെട്രോൾ എടുത്തോണ്ട് വരാം. ആകയാ ആകയാ സ്വർണ്ണ സ്കൂട്ടർ ആകയാ, പോകയാ പോകയാ പെട്രോൾ ഊറ്റാൻ പോകയാ. ഇതിന്റെ ബാറ്ററി തീർന്നില്ലയോ? ആ വണ്ടി പോട്ടെ പോട്ടെ പോട്ടെ. സ്വർണ്ണ സ്കൂട്ടറിന്റെ ചേലത്തെ ബൈക്കാണ്. പോടാ മണ്ടന്മാരെ, ഞാൻ ഈ സ്കൂട്ടറുമായിട്ട് മുങ്ങാൻ പോവുക. നീയൊക്കെ രുദ്രാക്ഷമാരോ കമണ്ടലോ ഒക്കെ തേടി ഇവിടൊക്കെ അലഞ്ഞോ. ബൈ ബൈ. മൂക്കല് മാത്രമേ നടക്കൂ. ഇത് ഒട്ടിപ്പ് കേസായിരുന്നു. ആ സ്കൂട്ടറും ആപ്പിള് പോലെ ആന പിടിച്ചാൽ ഇളകത്തില്ല. നാശം. ഇനി വീടിന്റെ പുറകിൽ വല്ലതും ഉണ്ടെന്ന് നോക്കാടേ. വാ. ഇത് നോക്കടാ, കാലിത്തൊഴുത്തിൽ അത്ഭുതത്തെ. എന്തത്ഭുതം? വീണ്ടും യേശുദേവൻ പൂജാതനായോ? അതല്ലടാ മാടേ, ജീവനുള്ള സ്വർണ്ണ പശു. ദേ അങ്ങോട്ട് നോക്കടാ. പശു എങ്കി പെട്ടെന്ന് പാല് കറക്ക്, പാലക്കിൽ കുടിക്കാലോ. ബ്യൂട്ടിഫുൾ. സ്വർണ്ണമണി. പാല് പോലെ സ്വർണ്ണമാടാ. ഡേയ്, പശു ചാണകം കൂടാൻ പോകുന്നടാ. അതും സ്വർണ്ണമായിരിക്കും. അതും അങ്ങനെ തന്നെ കൊണ്ടുപോയി വിൽക്കാം. കൈ മുഴുവൻ ചാണകമായി കൊണ്ടുപോയി കഴുകണം. സ്വർണ്ണമല്ലേ, വായിക്കാത്തോട്ടോ. എന്താടാ ഇവൻ തുണിന്റെ അടുത്തുനിന്ന് മാറാതെ വെക്കുന്നത്? എടാ അത് വെറും തൂണല്ലോ, സ്വർണ്ണ തൂണല്ലേ. എന്താടാ ഇത്? നീ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ വരത്തില്ല. നിന്നെ വലിച്ചെടുത്തെങ്കിലേ വരത്തുള്ളൂ. എവിടെയാണ് സ്വർണം? സ്വർണം എവിടെടാ? എന്തിനാ സ്വർണം? സ്വർണം എവിടെടാ? സ്വർണം എന്തിനാ? സ്വർണം 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 എന്തിനാ? സ്വർണം എനിക്കെന്തെങ്കിലും എടുത്തോണ്ട് വന്നോടാ നിങ്ങള്? ഞങ്ങൾക്ക് തന്നെ ഒരു തരി സ്വർണം പോലും കിട്ടിയില്ല. പിന്നെ നിനക്കുള്ള സ്വർണം ആ വീട്ടിൽ ഞങ്ങളുടെ മസിൽ പവർ മൊത്തം കാണിച്ചിട്ടും ഒരു തരി സ്വർണം പോലും എടുക്കാൻ പറ്റിയില്ലടാ. അയ്യോ അമ്മോ. ഹായ്, എന്താ ഇത്? കടല് സ്ക്രീൻ പോലെ ഇരിക്കുന്നതാ. വെള്ളം പോലുണ്ട്, പക്ഷെ വെള്ളമില്ല. അവിടെ ആയിരുന്നെങ്കിൽ സ്വർണം ഉണ്ടായിരുന്നു, പക്ഷേ കയ്യിലെടുക്കാൻ കഴിഞ്ഞില്ലേ. സ്വാമിയുടെ അടുത്താണെങ്കിൽ തറയില്ല, അവിടെ ആണെങ്കിൽ സ്വർണ്ണമില്ല, ഇവിടെ ആണെങ്കിൽ വെള്ളവും ഇല്ല. ഉണ്ട് പക്ഷേ ഇല്ല. ആകെ മൊത്തം നിങ്ങൾക്ക് അറിവില്ല. ഇല്ല 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 ഇല്ല.
എന്റെ ദൈവമേ, ഇതെന്തോ പാതാളം തുരങ്കം പോലുണ്ട്. നോക്കടാ. അമ്പടോ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ആ കുഴി വീണിരുന്നെങ്കിലോ? കുടിയിൽ വീണ നിനക്ക് പരലോകം, പണവുമായി തിരിച്ചു പോയ ഞങ്ങൾക്ക് സ്വർഗലോകം. ഞാൻ ചത്തുപോകുന്നതിൽ നിനക്ക് അത്ര വലിയ സന്തോഷമോ? ഞാൻ പരലോകത്ത് പോകുന്നതിന് മുമ്പ് നിന്നെ യമലോകത്ത് അയച്ചിട്ടേ പോകത്തുള്ളൂ. മനസ്സിലായോടെ മോനെ? വഴക്കൂടാതെ മിണ്ടാതെ വാടാ. വിച്ചു നോക്കി നടക്കണേ, സ്ലിപ്പാവരുത് കേട്ടോ. വാക്കുകൾ വരെ സ്ലിപ്പാവുക പിന്നെ. സ്ലോ മോഷൻ നടക്കുന്ന പോലെ ഉണ്ടല്ലോടാ. അതാണ് നോ വാട്ടർ ഓൺലി എഫക്ട്സ്. എന്താടാ ആട് ഇറങ്ങും തോറും കുളിരുന്നത്? അതാ നോ എസി ഓൺലി എഫക്ട്സ്. മീന് നോക്കടാ, മീനെല്ലാം വെള്ളമില്ലാതെ നീന്തി പോകുന്നത്. ഇത് പുതിയത്, ഇത് ആര് കണ്ടുപിടിച്ചോ? നിന്റെ മൂക്കും എന്റെ മൂക്ക് പോലെ നീളമായതുകൊണ്ട് ഉരച്ചു നോക്കുവാനോ? ഞാൻ വെജിറ്റേറിയനാ, അല്ലെങ്കിൽ നിന്നെ മസാല ഇട്ട് വറുത്തേനെ. പകൽ സമയത്ത് വെളിച്ചമുണ്ടാകും, രാത്രിയിൽ ഇരുട്ടുമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു പണക്കാരൻ മാത്രം മതി, അത് ഞാനായിരിക്കണം. അതിന് ആദ്യപടിയായി തടിയനില്ലാതാകണം. നീ കുറച്ച് നീന്തി നോക്കടാ. വരുന്നത് എന്തുവാടേ തമാശ അടിക്കാനുള്ള സ്ഥലമാണോ ഇത്? നീ ചെയ്ത വേലയ്ക്ക് ഗോവിന്ദൻ ഇപ്പൊ പരലോകം പോയനെ, കൂടെ കൂട്ടായിട്ട് ഭരതനും പോയനെ. ഞാൻ ഈ വരദനെയും ചതിപ്പെടുത്തി ഗോവിന്ദനെയും കൊന്നിട്ട് കിട്ടുന്നത് ഇപ്പൊ അത് തട്ടിയെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താടാ, ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? തെളിച്ച് പറയടാ. നമ്മുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഇവൻ ഫ്രണ്ടാണോ ഞണ്ടാണോ? സ്നേഹത്തോടെ സംസാരിക്കുന്നു, കൊല്ലാനും നോക്കുന്നു. ഇവനെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? വഴിയിൽ പാമ്പും പൊത്ത് കണ്ടാൽ നമ്മൾ ഒതുങ്ങിപ്പോകണം. എന്നാ ഞാനിപ്പോ പാമ്പിൻ പൊത്തില, അതും കരിമൂർക്കന്റെ ഇടയിൽ. വളരെ സൂക്ഷിക്കണം. ഈ ഗുഹ കണ്ടാലേ എന്തോ പന്തികേട് തോന്നും. സ്വാമിക്ക് രുദ്രാക്ഷമാല എടുക്കാൻ പോയി എനിക്ക് റീത്തി വെക്കേണ്ടി വരുമോ? എങ്ങനെയെങ്കിലും ഇവരറിയാതെ തിരിച്ചുപോയി കഴിയുന്നത്ര സ്വർണം എടുത്തുകൊണ്ട് നാട്ടിലെത്താൻ നോക്കണം. യവന്മാർ ഇവിടെ കാണാൻ കിടന്ന് തൊലയട്ടെ. എന്തുവാടാ കഷ്ടവും കിഷ്ടവും എന്നൊക്കെ പറയുന്നേ? എടാ അതല്ലടാ, നമ്മൾ വന്ന വഴി ഒന്നൊന്നായിട്ട് മറഞ്ഞോണ്ടിരിക്കാടാ. ഒന്ന് മനസ്സിലാക്കിക്കോ, നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ലടാ. മറന്നതല്ലടാ മരമണ്ട, തിരിഞ്ഞു നോക്ക്, നമ്മൾ വന്ന വഴി മറഞ്ഞോണ്ടിരിക്കുകയാണെന്ന്. അയ്യോ എടാ, നമ്മൾ ഓടിക്കുന്ന ഓടി പറയുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെടാടാ. വാടാ. വാടാ, വേഗം പോകാടാ. അയ്യോ, ഈ വെപ്രാളത്തിനിടയ്ക്ക് ഓടാനും പറ്റുന്നില്ലല്ലോ. പെട്ടെന്ന് വാടാ. എടാ പെട്ടെന്ന് വരാൻ. ദൈവം നമ്മളെ പടിപടിയായിട്ട് മുമ്പോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പടികളെല്ലാം എടുക്കുവാണല്ലോടാ. താഴെ വീണാലും പരിക്കൊന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നു. അയ്യോ, എന്താ ഇതെവിടെയാടാ? ഇത് ഭരത് എവിടെയാടാ? കാണുന്നില്ലല്ലോ. അയ്യോ
എന്താ സുൽത്താനെ പോലെ വന്നിരിക്കുന്നത്? അട്ടെ, നിന്റെ കുതിര എന്തിയാടാ? അയ്യോ അയ്യോ അയ്യോ, ഇപ്പോഴാടാ നീ കാണാൻ സുൽത്താനെ പോലെ ഇരിക്കുന്നത്. എന്നെ പറ്റിയാ സംസാരിക്കുന്നതെന്ന് തോന്നുന്നല്ലോ. ഇതെന്താ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നല്ലോ. എന്താ ഇത്? അയ്യേ. എന്താടാ ഇത്? കഥക്ക് ജിലേബി പോലെ ഇരിക്കുന്നത്. എടാ, ഇത് എങ്ങനെയാടാ തുറക്കുന്നത്? നോ ഡോർ, ഓൺലി എഫക്ട്സ്. പോകുന്ന കണ്ടില്ലേ, ഹൈഡ്രജൻ ബലൂൺ പോലെ. ഉമ്മരിടാ ചക്കക്കുരി തലയാ. വാടാ, ഞാനുള്ളപ്പോ പേടിക്കുന്ന എന്തിനാ? പോരെ, പേടിക്കാതെ പോരെ. അവന്മാരെടുത്ത് ആളാവുകയും ചെയ്തു. തൊട്ടാൽ എന്തെങ്കിലും പറ്റുമോ എന്തോ. എങ്ങനെ ഉണ്ടായിരുന്നു എഫക്റ്റ്? ഡോർ നോ ഓപ്പൺ, ഓൺലി എഫക്ട്സ്. പോടാ, ഞാൻ തുറക്കുന്നത് നോക്കിക്കോ. ചെല്ല്, നിനക്ക് ഉണ്ടൊരു പണി. अल्लाह की कसम, अबू का हुक्म, तुरक्कू शीशे. തുറക്കൂ അസീസേ. ഒന്ന് പോടാമട്ടെ. പുതിയത് വല്ല ഉണ്ടെങ്കിൽ പറ. ഡോറോ, ഇത് വെറും ബോറ്. ഇത് വെറും ഓൾഡ് സ്റ്റൈല്. ലേറ്റസ്റ്റ് എഫക്ട് ഞാൻ കാണിച്ചു തരാം. ഇതെന്താ ഈ മീൻ? നാക്ക് ഞാൻ പിടിതെടുക്കും. നീ എന്നെ കുറെ നേരം കൊണ്ടിട്ട് കളിപ്പിക്കുന്നു. നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ? നിന്നെ മീനെ കണ്ടിട്ടുണ്ട്. ഇവിടെ മീൻ തന്നെ താക്കോലായി മാറിയത് കണ്ടോടാ. മീനാടാ ഇതിന്റെ താക്കോൽ. പിന്നെ വലിയ കണ്ടുപിടുത്തമായി പോയി. എടാ, നാശം പിടിച്ച കഥ അടയുന്നതിന് മുമ്പ് നമുക്ക് പോകാവടാ. ഇങ്ങോട്ട് വാ. വാടാ എഫക്ട്. ഏവനെന്താ ഇങ്ങനെ നടക്കുന്നത്? ഓ, സ്ലോ മോഷന് നടക്കുമായിരിക്കും. വാടാ, പോവാം. എന്താ ഇത്? എടാ, ഇതെന്താ മണല് വെള്ളം പോലെ കിടന്ന് നടന്നത്? വെള്ളമില്ലാത്ത വെള്ളത്തില് മീൻ വന്ന് വഴി കാണിച്ചതുപോലെ ഇവിടെ ഏതെങ്കിലും ഒട്ടകം വന്ന് വഴി കാണിക്കുന്നോ നോക്കാം. വാടാ, പോവാം. വെള്ളച്ചാലും കയറി.
ഇതെന്താടാ കടല് പോലെ മണ്ണ്, നീന്താനും പറ്റുന്നില്ല നടക്കാനും പറ്റുന്നില്ല, പിന്നെ അങ്ങനെ നടക്കും? കണ്ണെത്തുന്ന ദൂരം വരെ ഒരു കഥകം കാണുന്നില്ല, വഴിയും കാണുന്നില്ല. എടാ ഗോവിന്ദേ, നീ ഇവിടെ നിൽക്കേ, ഞങ്ങള് പോയി വഴിയുണ്ടോന്ന് നോക്കിയിട്ട് വരാം. ശരി. ഇങ്ങോട്ട് പോയി കാണുന്നില്ലല്ലോ. എടാ നിന്റെ അടുത്ത് അവിടെ അല്ലടാ നിൽക്കാ പറഞ്ഞത്, നീ എന്താടാ മുന്തിരി വള്ളി പോലെ ഇവിടെ വന്ന് നിൽക്കുന്നേ? പോടാ മരമണ്ടുകളെ, ഞാൻ കുഴിച്ചു വെച്ച മരം പോലെ ഇവിടെ തന്നെ നിൽക്കുന്നത്. നിങ്ങളല്ലേ ചക്കുമാട് പോലെ എന്നെ ചുറ്റി ചുറ്റി വരുന്നത്. നമുക്ക് ഓരോരുത്തരെ പോയി വഴി നോക്കാം. പാടാ, ഞങ്ങൾക്ക് കാലുവേദന എടുക്കുന്നു, നീ ഒന്ന് അടങ്ങും. നിങ്ങൾ ഇവിടുത്തെ ഈ വയസ്സ്, ഞാൻ പോയി വഴി കണ്ടു. ആ 3 പേരെ ഒരുമിച്ച് വിളിച്ചോണ്ട് വന്ന് തള്ളിയിട്ട് തള്ളിയിട്ട അപ്പോ എന്നെ രക്ഷപ്പെടുത്തിയ വിച്ചു മടയാ. 10 തലമുറയിരുന്ന് തിന്നാലും തീരാത്ത സ്വർണ്ണവാടാ കിട്ടാൻ പോകുന്നത്. പണമോ സ്നേഹമോ? പണമോ സ്നേഹമോ? പണമോ സ്നേഹമോ? പണമോ സ്നേഹമോ? പണമോ സ്നേഹമോ? പണമോ സ്നേഹമോ? പണം മതി, പണം മതി. മെന്റൽ ഗോവിന്ദ, എന്താടാ ഇത്ര ചിരിക്കാൻ? നിങ്ങള് പോകാനുള്ള ഇടത്തേക്കുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചു. വാടാ പോവാം. അപ്പൊ നീ വരുന്നില്ലടാ? മണ്ട, ഞാനല്ലേ വഴി കാണിക്കുന്നേ. വാടാ. നിങ്ങൾ പോവാനുള്ള ഇടം ഇതാടാ. ഇനി മുതൽ നമ്മളല്ല, ഞാൻ മാത്രമാടാ. only one. മാവ് പോലെ 3 അരഞ്ഞുകൊണ്ടിരിക്കുക. ഇനി മൊത്ത സ്വർണവും എനിക്ക് മാത്രം. നമ്മൾ എങ്ങോട്ടാണാ പോകുന്നത്? എടാ, ഈ പാതാളം എന്ന് പറഞ്ഞ ഇതാണോടാ? എന്നെ രക്ഷിക്കടാ. കുറെ നേരമായിട്ട് താഴോട്ട് പോവുക, എപ്പോഴത് ലാൻഡ് ചെയ്യുന്ന? അയ്യോ, ഇപ്പൊ തന്നെ അരമണിക്കൂർ യാത്രയായല്ലോടാ. അയ്യോ അയ്യോ. ഐക്യമത്യം മഹാബലം. എടാ ഗോവിന്ദ, ഗോവിന്ദ, അവൻ വിരിച്ച വല അവൻ തന്നെ വീണ്. നീ ഇടുവാ ഗോവിന്ദ. പാടാ.
ദേ നോക്ക്. അങ്ങോട്ട് നോക്കിയേ, ഒരാളിരിക്കുന്ന കണ്ടോടാ. ഹേയ് മനുഷ്യന്മാർ. ആദിവാസി. ചുമ്മാ ഇരിക്കണ സ്വാമി, ഞങ്ങള് അങ്ങോട്ട് വരാനുള്ള വഴി അറിയാതെ കഷ്ടപ്പെടുന്നു. നിങ്ങളങ്ങനെ അവിടെ എത്തി? പല വർഷങ്ങളായിട്ട് ഇതല്ലേ എനിക്ക് വീട്. അതൊക്കെ ഇരിക്കട്ടെ, ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെ അവിടെ വരും അത് പറ. ഒന്ന് സമാധാനമായിട്ടിരി മക്കളെ, പറയാം. മ്യൂസിക്കേ ഇല്ലാതെ സോളോ പാട്ട് പാടി പാടി ഇറ്റ് ഈസ് വെരി ബോറിംഗ് യു നോ. ഹായ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നതാ. അതിന് ഞങ്ങളെന്തോ വേണമെന്ന് പറ. വൺ സ്മോൾ റിക്വസ്റ്റ്. പറ. നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ സംഗീതകല താണ്ഡവമാടുന്നത് ഞാൻ കാണുന്നു. നേരാണ്. ഒരു പാട്ട് പാടി എന്നെ സന്തോഷപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരും. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ആദിവാസി ഇംഗ്ലീഷ് തകർക്കുന്നുണ്ടോടാ? വാദ്യങ്ങളില്ല, പിന്നെ എവിടുന്ന മ്യൂസിക്? പ്ലീസ് വെയിറ്റ്. നമ്മള് കർണാട്ടിക്, ഇയാള് കീബോർഡ്, ഗിറ്റാർ, ഇങ്ങനെ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റുകൾ തന്ന എങ്ങനെ പാടും? എടാ, ജീവിതത്തിൽ ആദ്യമായിട്ടെടുത്ത് നമ്മളെടുത്ത് പാടാൻ പറഞ്ഞേക്കുവാ. ആദിവാസി ഇംഗ്ലീഷ് പറയുമ്പോഴേ നമുക്കെന്താ ഇതൊന്നും വായിക്കാൻ പറ്റത്തില്ലേ? ഹാർമോണിയം പെട്ടിക്കും കട്ട തന്നെ, കീബോർഡിനും കട്ട തന്നെടാ. നീ ഏതെങ്കിലും ഒന്ന് പിടിച്ച അമർത്ത്. നീ ഇങ്ങനെ അടിക്കുന്ന മൃദംഗത്തിനെ നീ ഇങ്ങനെ അടിക്കേ. വരുന്നത് വരട്ടെ, അയാളുടെ തലയെടുത്ത്. എന്ത് ഇൻസ്ട്രുമെന്റാണ് ഞാൻ തന്നത്? നിങ്ങൾ എന്താണ് പാടുന്നത്? ഇഡിയറ്റ്സ്. ലേറ്റസ്റ്റ് ആയിട്ട് പാടുക. കേട്ടാലേ ഈ കരളുകളിൽ കുളിർ പകരും എൻ പാട്ട്. പലകുറി കേട്ടാലോ നിൻ ചൊടി മലരിൽ വിരുന്നു വരും എൻ പാട്ട്. എങ്ങു നിന്നു മണയുന്നോ, ഇമ്പമായി അണിയുന്നോ നെഞ്ചിതിലെ പാട്ടുകൾക്ക് എന്തു പുണ്യം ചെയ്തു ഞാൻ. ഓ മൈ ഗോഡ്, 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 ഓ മൈ ഗോഡ്. ഒരു കേട്ടാലേ ഈ കരളുകളിൽ കുളിപ്പകരും എൻ പാട്ട്. പലകുറി കേട്ടാലോ നിൻ ചൊടി മലരിൽ വിരുന്നു വരും എൻ പാട്ട്. എങ്ങെങ്ങോ പിറന്നവരും എതുവഴിയോ വലഞ്ഞവരും മനതാരിൽ നിനച്ചതെല്ലാം നടത്തുകയാ. കനവുകളിൽ കാട്ടിയതും നിലവുകളിൽ തേടിയതും വേണമെന്നാലരികിൽ വരും നിൻ കൃപയാ. കുളിർനിലാവിൽ ഹേ 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 കൂടെ ചേർന്ന് നീ പാട്. മേഘമാലയാകെ രാഗമൊഴുകും പുഴയാകെ ദേശകാലങ്ങൾ ഭേദമറിയാതെ ഒഴുകുമെൻ പാട്ടിൽ. ഒരു കേട്ടാലേ ഈ കരളുകളിൽ കുളിർ പകരും എൻ പാട്ട്. പലകുറി കേട്ടാലോ നിൻ ചൊടി മലരിൽ വിരുന്നു വരും എൻ പാട്ട്.
രാത്രികളും വീണലിയും ശ്രുതിയാലേ എൻ മനസ്സേ മണിമയിലായിനിയാടാ മുരളികയായി ഇരുന്നാലും വേണമൊരു പൂങ്കാറ്റ് പുളകിതനായി വേണുവതായി മാറുകയാ ഗാനവാനിലെങ്ങാൻ മാറിവില്ലണഞ്ഞെന്നാൽ നീലപ്പീലി പോലെ അവിടെ എന്നും മനമാടും പുതുമ വരും നേരം പഴമയിനി വേണ്ട ജ്വലിക്കുമേ പാട്ടിൽ ഒരു കേട്ടാലേ നിൻ കരളുകളിൽ കുളിർ പകരും എൻ പാട്ട് പലകുറി കേട്ടാലോ നിൻ ചൊടി മലരിൽ വിരുന്നു വരും എൻ പാട്ട് എങ്ങു നിന്നു മണയുന്നോ ഇമ്പമായി അലിയുന്നോ നെഞ്ചിതിലെ പാട്ടുകൾക്ക് എന്തു പുണ്യം ചെയ്തു ഓ മൈ ഗോഡ് 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 ഒരു കേട്ടാലേ നിൻ കരളുകളിൽ കുളിർ പകരും എൻ പാട്ട് പലകുറി കേട്ടാലോ നിൻ ചൊടി മലരിൽ വിരുന്നു വരും എൻ പാട്ട് പൂവിൽ വണ്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പത്തെ ഗുണ്ടുമണി നിൽക്കുന്നുണ്ടോ? ഡേയ്, ടാൻസൻ പാട്ടുപാടി വിളക്കുകൾ കത്തിച്ചെന്ന് കേട്ടിട്ടുണ്ട്. നമ്മള് പാട്ടുപാടി ഇപ്പൊ പൂക്കളൊക്കെ വിരിഞ്ഞത് കണ്ടോടാ. എങ്ങനുണ്ട്? നിങ്ങൾ അടിച്ചു പൊളിച്ചു. ഞാൻ പോകട്ടെ. ഏതവനാടാ അത്? എന്തൊരന്യായമായി കാണിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ് പാട്ടും പാടി ആട്ടവും ഒക്കെ ആടിയിട്ട് ഒന്നും പറയാതെ പോകുന്നു. മ്യൂസിക് സെൻസ് ഉണ്ടായിട്ടും കോമൺ സെൻസ് ഇല്ലാത്ത മണ്ടന്മാരെ. സിക്ക് യു ദ ബെസ്റ്റ്. ഐ ആം ഗോയിങ്. ബൈ. പറന്നങ്ങ് പോവുക. ഈ പൂവിനകത്ത് കുതിച്ച് കുതിച്ച് അപ്പുറത്ത് പോവാടാ. അതെന്തോന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. ചാടിക്കടിക്ക് പോരെ. എന്നെ വിട്ടിട്ട് പോലെടാ. വേഗം വാടാ. അയ്യോ അയ്യോ, എന്നെ ഒഴിവാക്കുവാ അല്ലേ? എനിക്ക് തീരെ വയ്യടാ. എന്റെ ദേഹമെല്ലാം വേദനിക്കുന്നു. എങ്കി കുറച്ചു നേരം നീ അവിടെ ഇരിക്ക്. ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കാം. ഒക്കോ ഒക്കോ, വെളിയെ വെച്ച് ഞാൻ കണ്ടോളാം. നല്ല സൂപ്പർ ഐഡിയ. ഇതാണ് തക്ക സമയം. ഈ സമയം നോക്കി രണ്ടിനെ തീർത്താൽ എല്ലാ സ്വർണവും എനിക്ക് തന്നെ.
ആ സ്വാമി തന്ന പഴം ഇത് വേറെ ആർക്കുമില്ല, എനിക്ക് മാത്രമാണ്. കല്ലുള്ളപ്പം പട്ടി കാണത്തില്ല, പട്ടിയുള്ളപ്പം കല്ല് കാണത്തില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാ ഇപ്പോ ഒരു കല്ലില് 2 പട്ടികൾ. അയ്യോ ദൈവമേ, അയ്യോ എന്തുവായത്? ഉരുളി വന്നിയോ? എന്താണ് വാടാ? അങ്ങനെ തന്നെ വേണം. അയ്യോ വൈദ്യ രക്ഷപ്പെട്ടടാ നമ്മള്. അയ്യോ അയ്യോ എന്തിയാടാ നമ്മുടെ കൂടെ ഒന്നും വരതുനെ കാണുന്നില്ലല്ലോ. വരതു വരതു എവിടെ പോയി ഇവൻ? നീ എവിടെ ഇരിക്കുന്നേ? എടാ വരുതേ, ഇവിടെങ്ങും ഇല്ലല്ലോ. വരുതേ, ആണല്ലോ. വരതു എവിടെ പോയി കിടക്ക നീ? അയ്യോ വരതു അവനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഒരു പക്ഷേ പാറയുടെ അടിപ്പെട്ട് പോയിട്ടുണ്ടാകുമോ? എടാ നീ ഇങ്ങനെ എതിരാത്ത? വരതു വരതു എന്താടാ? എന്ത് പറ്റണ നിനക്ക്? എന്താടാ ഇത്? തവളെ വിഴിഞ്ഞ പാമ്പിനെ പോലെ വീർത്തു പോയല്ലോടാ. തെറ്റ് ചെയ്ത് പോടാ. സ്വാമി നമുക്ക് എല്ലാവർക്കും കൂടെ തന്ന ഒരു പഴമില്ലേ, അത് ഞാൻ ഒറ്റയ്ക്ക് നിന്നടാ. അങ്ങനെയാ? എടാ പാവി, ഞാൻ ചെയ്ത പാപത്തിന് എനിക്ക് തക്ക ശിക്ഷ കിട്ടിയടാ. വരതു വിഷമിക്കണ്ടടാ, നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ രക്ഷിക്കടാ. എന്നെ രക്ഷപ്പെടുത്താൻ നോക്കണ്ടടാ. നിന്നെ ഞങ്ങള് വിചാരിച്ചാലല്ല, ആ പഴം തന്ന സ്വാമി വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ പറ്റില്ലടാ മോനെ. ഡേയ് അവൻ ആകെ വിഷമിച്ചിരിക്കുക, അതിന്റെ ഇടയിൽ നീയും കൂടെ അവനെ. കിട്ടുന്നതിൽ പങ്ക് കുറഞ്ഞതിൽ നിറയ്ക്കൂ. അയ്യോ വാതിലടഞ്ഞു പോയല്ലോ ഭരതേ. വൈദ്യ വൈദ്യ നീ പോയോടാ?
എന്താണ് ഇങ്ങനെയല്ല നടക്കുന്നത്? എല്ലാരും എന്നെ വിട്ടിട്ട് പോവുകയാണല്ലോ. ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് പാപം ചെയ്തു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഉയിരിന്നുയിരേ എന്തു ചെയ്വാ ഇന്നിപ്പോൾ ഇഷ്ടമായി എന്തു ചൊല്ലാൻ. ഉയിരിന്നുയിരേ എന്തു ചെയ്വാൻ ഇന്നിപ്പോൾ ഇഷ്ടമായി എന്തു ചൊല്ലാൻ. ഊരിലാകെ നീ ഓടിയേകനായോ, ഇനി നിന്നെ ഓർത്തു നീ തളർന്നു കിടപ്പായോ. നന്മകളാൽ തിന്മകളാൽ ചെയ്തതെല്ലാം ഇനി ഓർമ്മയല്ലേ. ഉയിരിന്നുയിരേ എന്തു ചെയ്വാൻ ഇന്നിപ്പോൾ ഇഷ്ടമായി എന്തു ചൊല്ലാൻ. വിധിച്ച വിധി ദൂരെ പോട്ട് ഉണരു നീ. വിജയ വഴിയൊന്നു വേറെ ഓതിടാം. കണക്കിൽ പതറാതെ പോയാ, മനസ്സു തളരാതെ പോയാ, പലതും തരമാകുമേ. പുതിയ നാളിന്റെ പൂക്കളെ കിടാം കണ്ണാ. ഉയിരിന്നുയിരേ എന്തു ചെയ്വാ ഇന്നിപ്പോൾ ഇഷ്ടമായി എന്തു ചൊല്ലാൻ. മനസ്സിനഴൽ ദൂരെ നീക്കി ചിരിച്ചിടാൻ. മുഖത്തെ മുഖം മൂടിയാക്കി മറച്ചിടാൻ. മഴയിൽ കുടയായി മാറ്, വിശപ്പിനമൃതായി മാറ്. ഇനി നിന്റെ ദിനമാകുമേ. നിന്നിലാരെന്നു നീ അറിഞ്ഞുവോ കണ്ണാ. ഉയിരിന്നുയിരേ എന്തു ചെയ്വാൻ ഇന്നിപ്പോൾ ഇഷ്ടമായി എന്തു ചൊല്ലാൻ. ഊരിലാകെ നീ ഓടിയേകനായോ, ഇനി നിന്നെ ഓർത്തു നീ തളർന്നു കിടപ്പായോ. നന്മകളാൽ തിന്മകളാൽ ചെയ്തതെല്ലാം ഇനി ഓർമ്മയല്ലേ. ഉയിരിന്നുയിരേ എന്തു ചെയ്വാൻ ഇന്നിപ്പോൾ ഇഷ്ടമായി എന്തു ചൊല്ലാൻ. സ്വാമി, ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തന്നു. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി സ്വാമി.
വൈദ്യേ, 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 വൈദ്യേ. വൈദ്യേ, 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 വൈദ്യേ. എന്താ? വൈദ്യ, നിനക്കൊന്നും പറ്റില്ലല്ലോ? ഇല്ല. ഡാ, ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോ നീ എവിടെയാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വൈദ്യ, വാടാ പോവാ. ഒരു നിമിഷം കൊണ്ട് ഞാൻ എന്തുമാത്രം ഉരുകിപ്പോയെന്നറിയോ? ആട്ടെ, നീ എങ്ങനെ ഇവിടെ വന്ന? വൈദ്യ, എന്താ ഇത് നമുക്ക് വേണ്ടടാ. വൈരം കണ്ട് നിനക്ക് ബുദ്ധിഭ്രമം വന്നുപോയല്ലേ? ആദ്യം നമുക്ക് സ്വാമിയുടെ മാല കണ്ടുപിടിക്കാൻ നോക്കാം, അതിനുശേഷം മറ്റെന്തെങ്കിലും ആലോചിക്കാം. എന്താ മാലയോ? അത് കണ്ടുപിടിച്ചു കൊടുത്താ ആ സ്വാമി എന്ത് തരും? ചെറിയൊരു ഭസ്മഡപ്പി തുറന്നിട്ട് നെറ്റിയുമൊന്ന് വരവരച്ചു വിടുമായിരിക്കും. വായ തുറക്കാൻ പറഞ്ഞിട്ട് വായിൽ ഒരു നുള്ളു ഭസ്മം ഇട്ടു തരും. ദാരിദ്ര്യം പിടിച്ച ഭിക്ഷക്കാരൻ ചെറുക്ക. എന്താടാ നീ ഇങ്ങനൊക്കെ പറയുന്നേ? പിന്നെന്താടാ, കൺമുന്നിൽ കണ്ട വൈരം കളഞ്ഞിട്ട് അതും കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇതെല്ലാം വിട്ടിട്ട് സ്വാമി പോലും മാല പോലും അത് തേടി വെറുതെ പോണോ? പോടാ വട്ട് പിടിച്ചോനെ. നീ എന്തൊക്കെയാ നോക്ക്, ഞാനാ ഇതാദ്യം കണ്ടത്. അതുകൊണ്ട് എനിക്ക് 60%, നിനക്ക് 40%. എന്ത് പറയുന്നു? എന്താടാ നീ വ്യാപാരി പോലെ സംസാരിക്കുന്നേ? ഞാൻ നിന്റെ ഫ്രണ്ടാടാ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വലിയ ടൈറ്റാനിക് ഷിപ്പ്. എടുത്ത് കടലിൽ കളയടാ, അതങ്ങ് മുങ്ങിക്കോളും. അപ്പൊ കുട്ടിക്കാലം മുതൽ നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ലടാ. ഇപ്പൊ നമുക്കിടയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ വൈരം മാത്രം. വേണ്ടടാ വൈദ്യ, വലിയ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയത് കൊണ്ടാ ഭരതും ഗോവിന്ദും നമ്മളെയൊക്കെ വിട്ടുപോയത്. ആ ചെകുത്താന്മാര് പോയത് കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുക. അത് കെടുത്താൻ നോക്കണ്ട. നീ എന്ത് പറഞ്ഞാലും ശരി, നിന്നെ ഇത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് വൈരം താഴെ കളഞ്ഞിട്ട് വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേക്കില്ലല്ലേ? വേണമെന്ന് വിചാരിച്ചല്ലടാ, ഒരു ആവേശത്തിൽ അടിച്ചു പോയതാ. എന്നോട് ക്ഷമിക്കണ. നീയും നഷ്ടപ്പെടരുന്ന് വിചാരിച്ചാണ് ഞാനത് ചെയ്തത്. നമ്മൾ പുറപ്പെട്ടത് പണത്തിന് വേണ്ടി തന്നെ. എന്നാൽ ഇപ്പോൾ അതെന്റെ മനസ്സിലില്ല. നമുക്ക് എന്നെ നീ അടിച്ചുവല്ലേ? 4-3 3-2 സന്തോഷിച്ച് ഞാൻ ഇപ്പൊ തീരുമാനിക്കും. 2 അല്ല, 1 പങ്ക് തന്നെ. അതും എനിക്ക്. ഒഴിഞ്ഞു പോടാ നായേ. ആ സ്വാമിയുടെ മാല എവിടെന്ന് നീ തന്നെ കണ്ടുപിടിക്ക്. നല്ലോണം കണ്ടുപിടിക്ക്. പോടാ. നിറയെ വൈരങ്ങൾ. എല്ലാം എനിക്ക് തന്നെ. നിങ്ങളെല്ലാം ഇനി എനിക്ക് മാത്രം സ്വന്തം.
ഒരുമിച്ചല്ലേ വെച്ചിരുന്നത്? ആ, തിരികെ വെച്ചേക്കാം. ഇതെന്താ ഇങ്ങനെ? ആരാവിടെ ചിരിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്തായിരിക്കും പറ്റുന്നത്? എനിക്ക് പേടിയാകുന്നു. നിൽക്കവിടെ. നിന്നെ പോലെ വൈരത്തിന് ആഗ്രഹിച്ച് രൂപം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അയ്യോ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? നീ എത്ര ഉറക്കെ വിളിച്ചാലും അതാരും കേൾക്കില്ല. അഥവാ നീ വെളിയിൽ പോയാൽ നീ കാറ്റിലലിഞ്ഞില്ലാതാകും. അത്യാഗ്രഹം ആപത്താണെന്നറിയുക. സ്വാമി നമ്മളെ കൈവിട്ടില്ല. ഞങ്ങൾ തേടി വന്ന രുദ്രാക്ഷമാല ഇപ്പൊ കൈയെത്തുന്ന ദൂരത്തുണ്ട്. ഈശ്വര, നിനക്ക് നന്ദിയുണ്ട്. ആദ്യം എനിക്ക് മറുപടി പറ. ആരാ നീ? ആ മാലയിൽ ആര് കൈവച്ചാലും അവന്റെ ജീവൻ എന്റെ കയ്യിൽ. ജീവൻ പോയാലും മാല എടുക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എങ്കിലതൊന്ന് കണ്ടുകളയാം. നോക്ക്.
നേരട്ടയ്ക്ക് കയ്യും കാലും വെച്ചതുപോലെ ഇരുന്നിട്ട് എന്നെ അടിക്കുന്നോ നീ? വാടാ വാ. എന്താടാ സ്റ്റെപ്പ് വെച്ച് കളിക്കുന്നത്? കണ്ടോ? കൊതുക് പോലിരുന്നിട്ട് എന്റെ ദേഹത്ത് കൈവെക്കുന്നോ? നീ ചത്തടാ. നീ ജീവനോടെ ഇവിടുന്ന് പോകില്ല. സ്വാമി അങ്ങ് വന്നോ? അതെ, ഇതാ സ്വാമി സ്വാമി പറഞ്ഞ രുദ്രാക്ഷമാല. വളരെ നല്ലത്. എന്നെ തേടി വന്നവരെ സഹായിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിന് നിങ്ങൾ അർഹരാണോ എന്നറിയുന്നതിനു വേണ്ടി ഞാൻ ചില പരീക്ഷണങ്ങളും വെച്ചു. അതില് മറ്റു 3 പേരും അത്യാഗ്രഹവും സ്വാർത്ഥതയും കൊണ്ടില്ലാതായി. നീ അതിൽ വിജയിച്ചിരിക്കുകയാണ്. ശരി,
എന്റെ കൂടെ വാ. വിശ്വനാഥ, ഞാൻ നിനക്ക് നൽകുന്ന സമ്മാനം ഈ സ്വർണ്ണ വീട്. എടുത്തുകൊള്ളൂ. സ്വാമി, എനിക്ക് വേണ്ടതെല്ലാം ഗുഹയിൽ നിന്ന് തന്നെ കിട്ടി. എനിക്കിനി ഒന്നും വേണ്ട. എന്താ നീ പറയുന്നത് വിശ്വനാഥ? എനിക്ക് നിന്നെ വെറും കൈയോടെ അയക്കാൻ ഇഷ്ടമല്ല. വെറും കൈയോടെ പോവുമല്ല സ്വാമി. സത്യമേ വിജയിക്കൂ. കഷ്ടപ്പെടുന്നതേ നിലനിൽക്കുന്നു മനസ്സിലായി. എനിക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടായി സ്വാമി. എനിക്ക് ഈ സ്വർണ്ണ കൊട്ടാരം വേണ്ട. എനിക്ക് താമസിക്കാനുള്ള വീട് ഞാൻ തന്നെ സമ്പാദിച്ചുണ്ടാക്കും. ഞാൻ തേടിപ്പോയ ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിലും എന്നെ തേടി വരുന്ന ജോലി എനിക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്ക് വന്നു സ്വാമി. കഷ്ടപ്പെടാതെ കിട്ടുന്നതൊന്നും എനിക്ക് വേണ്ട സ്വാമി, വേണ്ട. നീ ഈ മാല ഇവിടെ കൊണ്ടുവരാൻ കാടും മലയും എല്ലാം കയറി ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ മകനെ? അത് കഷ്ടപ്പാടല്ല സ്വാമി, അത്യാഗ്രഹം. മാല അന്വേഷിച്ചു പോന്ന 4 പേരിൽ ഒരാൾ മാത്രമേ തിരിച്ചു വരുന്ന സ്വാമി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആ ഗുഹയിൽ പോവില്ലായിരുന്നു. എനിക്കെന്റെ കൂട്ടുകാർ നഷ്ടപ്പെടില്ലായിരുന്നു. എന്നാൽ ജീവിക്കാൻ പണം വേണ്ടേ വിശ്വനാഥ? അത് ശരിയാണ് സ്വാമി. എന്നാൽ ആ പണം സത്യം, നീതി, വിശ്വാസം ഇതിന് കിട്ടുന്ന പ്രതിഫലമായിരിക്കണോ ആ പണം? സ്വാമി, ഞാൻ വരട്ടെ സ്വാമി. വിശ്വനാഥ, ജീവിക്കാൻ എന്താണ് വേണ്ടതെന്ന് നിനക്ക് മനസ്സിലായി. ഇനി നിന്റെ ജീവിതത്തിൽ ഉയർച്ചയായിരിക്കും, താഴ്ച ഉണ്ടാവില്ല. നന്നായി വരും. ശരി സ്വാമി. കരുണയും സ്നേഹവും ഈശ്വരവരദാനം. ആ വഴി സഞ്ചരിച്ച് നല്ലവനായി വരൂ. ഒന്നും വേണ്ടാതെ നീ ഇപ്പോൾ പോകുന്നു. പക്ഷെ ഒരിക്കൽ നിനക്കെന്നെ ആവശ്യം വരുമ്പോൾ നീ തേടി വരും. അതുവരെയും നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കും. ഇനിമേ നമ്മളാണെവിടെയും നമ്പർ 1. ഇനിയും തടയുവാനാവുമോ ഞങ്ങളെ? വാനം തേടുവാൻ ബാബാ, ഭാഗ്യം തേടുവാൻ ബാബാ, വാനം തേടുവാൻ ബാബാ. മുടിയിൽ കെട്ടി വലിച്ചെടുക്കാമെന്ന് ഇനിയും നിങ്ങൾ കരുതരുത്. കുഴിയിൽ വീണു നാം നോക്കുമ്പോൾ കനകശൈലങ്ങൾ തെളിഞ്ഞുവരും. കല്ലിലും മുള്ളിലും നടന്നവർക്ക് കൽപ്പകത്തോട്ടം കാത്തിരിക്കും. വഴിയിലെ വേദന അറിഞ്ഞവർക്ക് മണ്ണിലും സ്വർഗങ്ങൾ പൂത്തിറങ്ങും. ഒരു മോഹം കളയാതെ മനമയങ്ങി തളരാതെ ഒളിമയമായൊരു കാലം കണ്ണിൽ തെളിയുന്നേ. ഇനി